ഹായ്, നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് RRB 2025 ചോദിച്ച ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചോദ്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ എങ്ങനെ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് ട്രിഗണോമെട്രി എന്നുള്ള വളരെ ബേസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് tan x ഈക്വൽ ടു 3/4 then sec x എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടാൻ എക്സ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ടാൻ തീറ്റയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, അത് 3/4 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സീക്ക് എക്സ് എന്താണ് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇത് അറിയാൻ നമ്മൾ ആദ്യം സൈൻ കോസ് ടാൻ കൊസീക് സീക്ക് കോട്ട് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടാൻ എക്സ്, അപ്പം നമുക്ക് ആദ്യം ടാൻ ഒക്കെ എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഈ കാണുന്നതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് പറയുന്നു എന്ന് വിചാരിച്ചോ. ഈ ആംഗിളിനെ ഞാൻ എക്സ് എന്ന് പറയുന്നു എങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എന്ന് പറയാം. എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയാം. ഓക്കെ, എതിർവശം, അതായത് എക്സ് എന്ന് പറയുന്ന കോണിനെതിരെയുള്ള വശം. ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തായിരിക്കും? അതിനെതിരെയുള്ള വശം എന്തായിരിക്കും? കർണമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഹൈപ്പോറ്റന്യൂസ് എന്ന് പറയാം. എന്ന് പറയാം ഹൈപ്പോറ്റന്യൂസ്. അപ്പോൾ ഇത് ഏതായിരിക്കും? ഇത് എക്സിനോട് ചേർന്ന് കിടക്കുന്ന വശമാണ് നമുക്ക് സമീപവശം എന്ന് പറയാം. സമീപവശം. അപ്പോൾ നമുക്ക് എന്താണ് സൈൻ എന്ന് ആദ്യം പറയാം. ഓക്കെ, എന്താണ് സൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് സൈൻ എന്താണെന്നാണ്. ഓക്കെ, സൈൻ. അപ്പോൾ എന്താണ് സൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എതിർവശം ബൈ കർണമാണ്. എതിർവശം ബൈ കർണമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സൈൻ. എതിർവശം ബൈ കർണം. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ എങ്ങനെ പറയാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോറ്റന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോറ്റന്യൂസ് ആണ് സൈൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് കോസ്? എന്താ കോസ്? കോസ് എന്ന് പറഞ്ഞാൽ അത് സമീപവശം ബൈ കർണമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കോസ്. അപ്പൊ എന്താന്ന് പറയാം? അഡ്ജസന്റ് സൈഡ്. സമീപവശത്തിന് നമ്മൾ പറയുന്ന പേര് അഡ്ജസന്റ് സൈഡ് ആണ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോറ്റന്യൂസ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കോസ്. ഇനി എന്താണ് ടാൻ? ടാൻ എന്താണെന്നറിയാം. എന്താ ടാന്? ടാൻ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. എതിർവശം ബൈ സമീപവശമാണ് ടാൻ. അപ്പോൾ എങ്ങനെ പറയാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയാം. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് നമ്മുടെ ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സൈൻ കോസ് ടാൻ വന്നു. ഇതിന്റെ റെസിപ്രോക്കൽസ് ആണ് കൊസീക്ക് സീക്ക് കോട്ട്. അപ്പൊ കൊസീക്ക് എന്തായിരിക്കും? കർണം ബൈ എതിർവശമാണ്. ഹൈപ്പോറ്റന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പൊ സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? കർണം ബൈ സമീപവശം. ഓക്കെ, അപ്പൊ എന്താണ്? അത് കഴിഞ്ഞ് കോട്ട്. കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപവശം ബൈ എതിർവശം. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽസ് ആണ് എന്താണ്? കൊസീക്ക് സീക്ക് കോട്ട് എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മളെ ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒരു കോണ് നമുക്ക് എക്സ് ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പൊ ടാൻ ആണ് 3/4 എന്ന് പറയുന്നത്. അപ്പൊ എന്താ ടാൻ? ടാൻ നമ്മുടെ മനസ്സിൽ വരട്ടെ, എതിർവശം ബൈ സമീപവശം. അപ്പോൾ എതിർവശം ബൈ സമീപവശം. എതിർവശം 3, സമീപവശം 4. അപ്പൊ എതിർവശം ബൈ സമീപവശം. അപ്പൊ ബൈ യൂസിങ് ദ പൈതഗോറസ് തിയറം, നമ്മൾ പൈതഗോറസ് തിയറം നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ കർണം കണ്ടുപിടിക്കാം. ഒന്നുകിൽ പൈതഗോറസ് തിയറം നമ്മൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പൈതഗോറിയൻ ട്രിപ്പിൾ ആയിട്ടുള്ള 3, 4, 5 എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള പൈതഗോറിയൻ ട്രിപ്പിൾ ആണ്. അപ്പോൾ 3, 4, 5 ആണെങ്കിൽ അടുത്തത് 6, 8, 10 എന്ത് തന്നെയാണ്? നമ്മളെ ട്രിപ്ലറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 10 കൊണ്ട് മൾട്ടിപ്ലൈ, എല്ലാത്തിനും ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? പൈതഗോറിയൻ ട്രിപ്ലറ്റുകൾ, ത്രിത്വങ്ങൾ തന്നെയാണ് കിട്ടുന്നത്.
അല്ലെങ്കിൽ ബൈ യൂസിങ് ദ പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് നമുക്ക് 5 എന്ന് കിട്ടും. ഓക്കെ, 5. ഇനി എന്താ സീക്ക് എക്സ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. സീക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ അപ്പോഴെത്തണം സീക്ക് എക്സ് ആണ്. സീക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? കോസ്, സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്. സീക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്താണ്? സമീപവശം ബൈ എന്താണ്? നമ്മുടെ കർണം ആണ് ഏത്? കോസ് എന്ന് പറയുന്നത്. അപ്പൊ സീക്ക് എന്ന് പറഞ്ഞാൽ കർണം ബൈ സമീപവശം. അപ്പോ കർണം ബൈ സമീപവശം, കർണം ബൈ സമീപവശമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ കർണം എത്രയാണ്? 5 ആണ്. 5 ബൈ സമീപവശം എത്രയാണ്? 5/4 എന്നാണ് ഇവിടെ നമുക്ക് ആൻസർ വരേണ്ടത് സീക്ക് എക്സ്. അപ്പോൾ നമ്മൾ വളരെ ട്രിഗ്നോമെട്രിയുടെ ബേസ് അറിയാമെങ്കിൽ വിത്തിൻ സെക്കൻഡ്സിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആൻസർ കണ്ടുപിടിച്ച് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് കഴിഞ്ഞ ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ABC ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. വീണ്ടും നമുക്കൊരു ട്രയാംഗിളിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളും ആണ്. ABC ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഇഫ് ദ ലെങ്ത് ഓഫ് 2 sides containing the right angle are 4 cm and 3 cm. അപ്പോൾ നോക്ക്, രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് 4ഉം 3ഉം ആണെന്ന് പറയുന്നു. ദെൻ ദ റേഡിയസ് ഓഫ് ഇറ്റ്സ് ഇൻസർക്കിൾ, അതിന്റെ ഇൻസർക്കിളിന്റെ റേഡിയസ് എന്താണ്? അപ്പൊ നമ്മൾ ആ ഇൻസർക്കിൾ എന്താണെന്നുള്ളത് കൃത്യമായൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇൻസർക്കിൾ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്. ഇതാണ് നമ്മുടെ സർക്കിള്. ഇനി നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൂടി ഒന്ന് വരയ്ക്കാം. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൂടി. ഓക്കെ, ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് വിചാരിച്ചോളൂ. നോക്കൂ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ 3 സൈഡും നമുക്ക് ടച്ച് ചെയ്ത് പോകുന്ന ഒരു സർക്കിളാണിത്. അതിൻ്റെ റേഡിയസ് ആണിത്. ഇതിനെ നമുക്ക് ഇൻ റേഡിയസ് എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇൻ റേഡിയസ് എന്നാണ് പറയുന്നത്. ഈ റേഡിയസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഇൻ റേഡിയസ് എന്താണ്? അതിന്റെ സൈഡിന്റെ മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. 2 പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പോൾ ഒരെണ്ണം ഇത് 4 സെന്റിമീറ്റർ എന്നും ഒരെണ്ണം ഇത് 3 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നു. ബൈ യൂസിങ് ദ പൈതഗോറസ് തിയറം നമുക്ക് ഇത് എത്രയെന്ന് കിട്ടും? 5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് 2 മെത്തേഡിലാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഒരു മെഷർമെന്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത് വേറൊരു മെത്തേഡ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ 2 സൈഡ്. ഇപ്പം നമുക്ക് ABR 2 പെർപെൻഡിക്കുലർ സൈഡ് എന്നും ഇതിനെ ഞാൻ ഹൈപ്പോറ്റന്യൂസിന് H എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. എന്താണ് നമ്മളെ ഫോർമുല എന്നറിയാമോ? ഇത്രയേ ഉള്ളൂ സാധനം. A+Bയിൽ നിന്ന് എന്ത് കുറയ്ക്കാം? H കുറച്ചിട്ട് /2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻ റേഡിയസ് കിട്ടും. ABR 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. എയും ബിയും എന്ന് പറയുന്നത് 2 പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് എങ്കിൽ 4+3നെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് 5 കുറച്ചതിന് ഹൈപ്പോട്ടന്യൂസ് ആയ 5 കുറച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര കിട്ടും? 7 - 5/2. ദാറ്റ് മീൻസ് 2/2 നമുക്ക് എത്രയെന്ന് കിട്ടും? ഇൻ റേഡിയസ് 1 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇത് ഒരു മെത്തേഡ്. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പോൾ നോക്കൂ, റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ ഐസോസിലസിന് ഒരെണ്ണമുണ്ട്. അതുപോലെ ഇക്വലേറ്റർ ട്രയാംഗിളിനുണ്ട്. സ്കെയിലർ ട്രയാംഗിളിന് ഒരു ഇക്വേഷൻ. നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് എല്ലാത്തിനും കൂടെ ഓരോന്നിനും ഓരോ ഇക്വേഷൻ ഉണ്ട്. ഓരോ ഇക്വേഷനാണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. പക്ഷേ നമുക്കിത് എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ പറയുന്ന എല്ലാ കേസിനും കൂടെ ചേർത്ത് ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഏതൊരു ട്രയാംഗിളിൻ്റെയും ഇൻ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാൻ, ഏതൊരു ട്രയാംഗിളിൻ്റെയും ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ A/S എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. എന്താണ് A എന്നറിയാമോ? അത് ഏരിയ ഓഫ് ട്രയാംഗിൾ ആണ്. എന്താണ് A എന്ന് ഉദ്ദേശിക്കുന്നത്? ഏരിയ ഓഫ് ട്രയാംഗിൾ. ഇനി S ഉദ്ദേശിക്കുന്നത് എന്താണ്? സെമി പെരിമീറ്റർ. S ഉദ്ദേശിക്കുന്നത് സെമി പെരിമീറ്റർ. ഓക്കെ, സെമി പെരിമീറ്റർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കേസ് എന്തുവാ? നമുക്ക് ഇൻ റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ A/S എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ
അപ്ലൈ ചെയ്യുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡ് ബൈ സെമി പെരിമീറ്റർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്രയാങ്കിളിൻ്റെയും എന്ത് കിട്ടും? ഇൻ റേഡിയസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യം ഏരിയ ഓഫ് ട്രയാങ്കിൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഹാഫ് ഇൻറ്റു ബിയും എച്ച് എന്ന് പറയുന്നത് 2 പെർപെൻഡിക്കുലർ സൈഡ്സിനെയാണ് നമ്മൾ ബിയും എച്ച് എന്നും പറയുന്നത്. ബിയും എച്ച് എന്നും പറയുന്നത് 2 പെർപെൻഡിക്കുലർ സൈഡ്സിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിയും എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ആയി. നമുക്ക് എന്താണ് 4 കൊടുക്കാം, 3 കൊടുക്കാം അല്ലേ? 4 × 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇത് ക്യാൻസലായി. ഇവിടെ 2 എന്ന് വന്നു. 6 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഏരിയ വന്നിരിക്കുന്നത്. ഏരിയ വന്നിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ എന്താണ് പെരിമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ പകുതി എടുക്കണം. അതായത് നമ്മൾ എന്തിലേക്കാണ് പോകാൻ പോകുന്നത്? എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താ എസ്? അത് A+B+C അല്ലെങ്കിൽ സൈഡ് അവിടെ എച്ച് ആണ്, h/2 ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പെരിമീറ്ററിൻ്റെ പകുതിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെമി പെരിമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിച്ച് നോക്കാം. 4 + 3 + 5/2 ആണ്. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 4 7 12 12 ഡിവൈഡഡ് ബൈ എത്രയെന്ന് കിട്ടും? 12 / 2 = 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്തുണ്ട് ചെയ്യാം? ഇൻ റേഡിയസ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ A/S ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിളിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? നമ്മുടെ സെമി പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏരിയ 6 ബൈ സെമി പെരിമീറ്റർ 6 = നമുക്ക് എന്തെന്ന് കിട്ടും? 1 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ വരുന്നത്. ബൈ 6 = 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കൂ, 2 മെത്തേഡിൽ നമ്മൾ ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ഫോർമുല പഠിച്ചു. എന്ത് പഠിച്ചു? ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ. എന്തിൻ്റെ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ മാത്രം ഇൻ റേഡിയസ് കണ്ടുപിടിക്കാൻ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സം എടുത്തതിന് ശേഷം അതിനകത്ത് നിന്ന് ഹൈപ്പോറ്റന്യൂസ് മൈനസ് ചെയ്ത് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഇൻ റേഡിയസ് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ A/S എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് കണ്ടെത്തിയിരിക്കുന്നത്? ഇൻ റേഡിയസ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ളത്, ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ട്രയാങ്കിളിലും എന്ത് ചെയ്യാൻ പറ്റും? R = A/S എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാൽ ഇത് നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഇഷ്ടപ്പെട്ടത് ഏതാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹൂസ് സൈഡ്സ് മെഷർ 42 സെൻറ്റിമീറ്റർ, 36 സെൻറ്റിമീറ്റർ ആൻഡ് 34 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഫൈൻഡ് ദ ഏരിയ എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന, അപ്പോൾ നോക്കൂ, നമുക്കൊരു നോർമൽ ട്രയാങ്കിൾ, ഒരു സ്കെയിലൻ ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. സൈഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് നോക്കൂ. ABCR 3 സൈഡ്സ്. എയും ബിയും സിയും എന്ന് പറയുന്നത് 3 സൈഡാണെന്ന് വിചാരിക്കുള്ളൂ. എയും ബിയും സി എന്ന് പറയുന്നത് 3 സൈഡ്. സോ ഏരിയ കണ്ടുപിടിക്കാൻ ഏരിയ ഈക്വൽ ടു നമ്മൾ പറയുന്ന ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന മനോഹരമായ ഇക്വേഷൻ. ഏരിയ ഈക്വൽ ടു √S × S - A × S - B × S - C ആണ് നമ്മുടെ ഏരിയ കണ്ടുപിടിക്കുക ഇക്വേഷൻ. √S × S - A × S - B × S - C ആണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ എസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഉപയോഗിച്ചല്ലേ. എസ് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ A+B+C/2. അതായത് സെമി പെരിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയിലേക്ക് പോവാം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. എയും ബിയും സിയും തന്നിട്ടുണ്ട്. എന്താണ്? ഏതൊക്കെയാണ്? ഒന്ന് 42 സെൻറ്റിമീറ്റർ, അടുത്തത് 36 സെൻറ്റിമീറ്റർ, ദെൻ 34 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കും? എസ് ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. S = 42 + 36 + 34 നമ്മൾ ചെയ്യുന്നു. ബൈ നമ്മൾ എത്ര ചെയ്യുന്നു? നമ്മൾ 2. സെമി പെരിമീറ്റർ ആണ് നമുക്ക് വേണ്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര ഇട്ടൂടാ? 42 ആകുമ്പോഴത്തേക്ക് നമുക്ക് 70, 78, 82, 121 അല്ലേ? 121 അല്ലേ? നോക്കാം, ഒന്നുകൂടി നോക്കാം. 30, 60, 100, 100, 110, 112, 112 ആണ് കേട്ടോ.
112 ഡിവൈഡ് ബൈ 2 നമുക്ക് എന്ത് കിട്ടും 56 എന്നാണ് എസ് കിട്ടിയത്. ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊണ്ടുപോയി നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഏരിയ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, എന്ത് കിട്ടുമെന്ന് അറിയണമല്ലോ, നമുക്ക് ചെയ്ത് നോക്കാം. യെസ്, അപ്പം നമ്മൾ റൂട്ട് ഓഫ് ആദ്യം എസ് എന്തോ ആയിരിക്കും, നമുക്കിവിടെ 56 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് 56 മൈനസ് എ, 56 നിന്ന് എന്ത് മൈനസ് ചെയ്യണം, എ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 56 നിന്ന് 42 പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 14 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 56 നിന്ന് ബി മൈനസ് ചെയ്യണം. ബി എന്ന് പറയുന്നത് 36 ആണ്. സോ നമുക്ക് 20 എന്ന് എഴുതാം അല്ലേ, 20 ആണ് വരുന്നത്. എത്രയാണ് വരുന്നത്, 20 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് എഴുതി, 20 എന്ന് എഴുതി ഇൻറ്റു അടുത്തത് എസ് മൈനസ് 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയും, എസ് മൈനസ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് 56 ആകുമ്പോൾ 22. ഓക്കെ, 22 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, നമുക്ക് 22 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി, 22 എഴുതി. ഇനി സാധാരണ നമ്മൾ എന്താ ചെയ്യണത്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ റൂട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു വലിയ നമ്പർ ആവും. അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനെടുക്കുന്ന ടൈം അതൊരു വലിയ നമ്പർ ആകുന്നു. ഇനി ആ വലിയ നമ്പറിനെ റൂട്ട് ഓപ്പൺ ചെയ്യാൻ അടുത്തൊരു ടൈം. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം, നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഏത് നമ്പർ ആയാലും, എത്ര വലിയ നമ്പർ ആയാലും അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 56 ഉണ്ട്, ഇവിടെ 14 ഉണ്ട്. അപ്പോൾ നമുക്ക് 14ൻ്റെ പേരാക്കാം. എന്താണ്, 14 × 4 ആണ് 56. ഞാൻ 14 അതുപോലെ തന്നെ എഴുതി. ഇനി എനിക്ക് ഈ കാണുന്ന 20യെ 4 × 5 എന്ന് എഴുതാം, 22നെ 2 × 11 എന്ന് എഴുതാം. കണ്ടോ, ഞാൻ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ആൻസറിലേക്ക് പോകാൻ പോവാണ്, ശ്രദ്ധിച്ചിരുന്നോളൂ. ഇവിടെ 2 14 ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു 14 ഓപ്പൺ ചെയ്തു. 2 4 ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 4 ഓപ്പൺ ചെയ്തു. ഇനി ഓപ്പൺ ചെയ്യാൻ ഒന്നും ജോഡികളില്ലാത്തത് കൊണ്ട് റൂട്ടിനകത്ത് തന്നെ എഴുതുന്നു. 5 × 2 × 11 ആണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, 14 × എത്ര ഇടും, നമുക്ക് 14 × 4 എന്ന് പറയുമ്പോൾ 28, 56, 56 റൂട്ട് ഓഫ് 10 110 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും ഏരിയ. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താണ്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തു. എസ് എന്താണെന്ന് നമുക്കറിയാം, അത് a + b + c/2 ആണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്തു, വളരെ ഈസി ആയിട്ട് നമുക്ക് ഏരിയയിലേക്ക് പോകാൻ പറ്റി. ഇതും എന്ത് തന്നെയാണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത്, നമുക്കൊരു ട്രപ്പീസിയത്തിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കൂടെ പോകാം. ട്രപ്പീസിയം, എ ഫീൽഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ട്രപ്പീസിയം ഹൂസ് പാരലൽ സൈഡ്സ് ആർ 200 meter and 400 meter long. Whereas each of the other two sides is 260 meter long. What is the area of the field എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ട്രപ്പീസിയം എന്താണ്, ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ only one pair of opposite sides are parallel. ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡിൽ, ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമായാൽ അതെന്താണെന്ന് നമുക്ക് പറയാം, അത് ട്രപ്പീസിയമാണ്, ലംബകമാണ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ട്രപ്പീസിയം നോക്കൂ, ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയാൽ മാത്രം മതി. ഇപ്പോൾ ഇതും പാരലാണ്, ഇതും പാരലൽ, ഇത് രണ്ടും സമാന്തരമാണ് എങ്കിൽ ഇതിനെ നമുക്ക് ട്രപ്പീസിയം എന്ന് പറയാം. ഇപ്പൊ നോക്കൂ, ട്രപ്പീസിയം ആണെങ്കിൽ നോക്കൂ, എ ബി ആർ ടു പാരലൽ ലൈൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് h ആണ് എങ്കിൽ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് h ഇൻറ്റു എ പ്ലസ് ബി ആണ് ട്രപ്പീസിയത്തിന്റെ എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അങ്ങനെ നമ്മൾ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ്, ഹാഫ് h ഇൻറ്റു എ പ്ലസ് ബി ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, നമ്മൾ ട്രപ്പീസിയം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയണം ഐസോസിലസ് ട്രപ്പീസിയം കൂടി പറയണം. എന്താ ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ എ ട്രപ്പീസിയം ടു സൈഡ്സ് ആർ പാരലൽ. നോക്കൂ, one pair of opposite sides are parallel, the non-parallel sides are equal. നോക്കൂ, ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആകുകയും നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആകുകയും ചെയ്തു കഴിഞ്ഞാൽ
അതെന്തായിരിക്കും? അതിനെയാണ് നമ്മൾ ഐസോസെലസ് ട്രപ്പീസിയം, മലയാളത്തിലെ സമപാർശ്വലംബകം. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാകുകയും സമാന്തരമല്ലാത്ത വശങ്ങൾ രണ്ടെണ്ണം തുല്യമാകുകയും ചെയ്താൽ അതാണ് ഐസോസെലസ് ട്രപ്പീസിയം, സമപാർശ്വലംബകം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സമപാർശ്വലംബകം നോക്കൂ. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. എ ബി ആർ ടു പാരലൈൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൈൻസ് h ആണ് എങ്കിൽ ഈ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? നമ്മുടെ ആ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ഈ ഐസോസെലസ് ട്രപ്പീസിയത്തിന് മാത്രം ചെറിയൊരു പ്രത്യേകതയുണ്ട്, അതിവിടെ പറയാൻ പോവാണ്. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ സൈഡ് വരച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി h ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് നമ്മുടെ ഈക്വൽ സൈഡ് ആണെന്നറിയാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്, ഈ ലെങ്ത്തിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെ എ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ എന്ത് തന്നെയായിരിക്കും? എ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്, മൊത്തത്തിൽ ബി ആണ്. അപ്പോൾ ഈ ലെങ്ത്തിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? b/2. അപ്പോൾ ഇവിടെ നിന്ന് ഇതുള്ള ലെങ്ത്തിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? b/2. ഇത് b/2, ഇത് എന്താണ്? നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൈൻസ്. ഇത് നമ്മുടെ ഈക്വൽ ആയിട്ടുള്ള ഒരു സൈഡ്. ഇവർ മൂന്ന് പേരും കൂടി എന്ത് ഫോം ചെയ്ത് കഴിഞ്ഞു? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ആയി കഴിഞ്ഞു. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അവിടെ എന്ത് ചെയ്തു? സെറ്റായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? യെസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മളിവിടെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ട. അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അല്ലേ? ഓക്കെ, ഗ്രീസിലെ സാമോസ് ഐലൻഡിൽ ജീവിച്ചിരുന്ന പൈതഗോറസിന്റെ തിയറമായ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത തിയറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഉപയോഗിക്കാനായിട്ട്, പൈതഗോറസ് സിദ്ധാന്തം നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ചോദ്യത്തിലേക്ക് വരാം. നോക്കൂ, എ ഫീൽഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ട്രപ്പീസിയം. ഒരു ഫീൽഡ് ഉണ്ട്, അതെന്താണ്? ട്രപ്പീസിയത്തിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. സോ ഞാനൊരു ട്രപ്പീസിയം വരയ്ക്കാം. ദിസ് ഈസ് ദ എന്താണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ട്രപ്പീസിയം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് വരച്ചു? നമ്മുടെ ട്രപ്പീസിയം വരച്ചു. ട്രപ്പീസിയം ഇതാണ്. ഇനി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കൂ, ഹൂസ് പാരലൽ സൈഡ്സ് ആർ 200 മീറ്റർ ആൻഡ് 400 മീറ്റർ. അപ്പോൾ ഒരെണ്ണം 200 മീറ്ററും രണ്ടാമത്തത് 400 മീറ്ററുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മെഷർമെന്റ്സ് കൊടുത്തു. വേർ ആസ് ഈച്ച് ഓഫ് അതർ ടു സൈഡ് ഈസ് 260 മീറ്റർ. അപ്പോൾ അടുത്ത രണ്ട് ലെങ്തുകൾ, അതായത് ഇതിന്റെ മറ്റു രണ്ട് ലെങ്തുകൾ എന്ന് പറയുന്നത് 260 മീറ്റർ, മറ്റ് രണ്ട് സൈഡും എത്രയാണ്? 260 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ഓക്കെ, 260 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഫീൽഡ്? ഇതിൻ്റെ ഏരിയ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം കണ്ടുപിടിച്ചാലേ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഈ ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷേ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ പഠിച്ചു. ഇവിടെ നിന്ന് താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഹൈറ്റ് ആണ് എന്ന് നമുക്കറിയാം. ഇത് 260 ആണ്, ഇത് 260 ആണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ഏത് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് കാണേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു 400 മൈനസ് 200 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്കിവിടെ 100 എന്ന് കിട്ടി. അപ്പോൾ ഈ സാധനം 100, ഇത് 260. എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് ആണ് ഇവിടെ കാണേണ്ടത്. ഹൈറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ബൈ യൂസിങ് ദ പൈതഗോറസ് തിയറം, ഹൈറ്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോറ്റന്യൂസ്, കർണത്തിൻ്റെ നിന്ന് എന്ത് മൈനസ് ചെയ്യാം? പാദത്തിന്റെ സ്ക്വയർ മൈനസ് ചെയ്യാം. ഹൈപ്പോറ്റന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പം എന്ത് കിട്ടും? 260യുടെ സ്ക്വയർ മൈനസ് 100ന്റെ സ്ക്വയർ. സ്ക്വയർ ഒന്നും കാണാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ഏത് ഇക്വേഷനിലാണ് കിടക്കണേ? ഇത് നമ്മൾ പണ്ട് പഠിച്ച എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലാണ് കിടക്കുന്നത്. എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി നമുക്ക് നോക്കാം. എ പ്ലസ് ബി എന്തുവാ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നപ്പോൾ എന്ത് കിട്ടും? 360 എന്ന് കിട്ടും. ഇൻറ്റു എത്രയാണ്? 160 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് റൂട്ട് ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? റൂട്ടിനകത്ത് ഇതുപോലൊരു മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് 36 എഴുതി. 36 × 10, അടുത്തത് 16 × 10.
36 ഓപ്പൺ ചെയ്യുമ്പോൾ 6, ദെൻ 16 ഓപ്പൺ ചെയ്യുമ്പോൾ 4, 2 10-ന് ഒരു 10. അപ്പോൾ അത് കിട്ടും 6 4 24, 240 എന്നാണ് കിട്ടുന്നത്. എത്രയെന്ന് കിട്ടി? 240. ഇവിടെ എത്രയെന്ന് കിട്ടി? 240 നമ്മുടെ ഹൈറ്റ് എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് എത്രയെന്ന് എഴുതാം? ഇവിടെ 240 ആണല്ലേ. എത്രയെന്ന് കിട്ടി? 240 ആണ്. 240 ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാമല്ലോ. എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ഹാഫ് h ഇൻറ്റു a പ്ലസ് ബി ആണ് നമ്മുടെ ഇക്വേഷൻ. ഹാഫ് എഴുതി. h എന്തുവാ? h 240 ആണ്. a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തുവാ? എയും ബിയും കൂടെ ആഡ് ചെയ്യണം. 400-ഉം 200-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 600 അല്ലേ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്ത് 120 ആക്കാം. 120. 6 × 12 60 72 72 ആണ്. 72 1 2 3 3 0 എന്നിട്ട് നമ്മൾ എന്തിടും? സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നിടും. ഇതാണ് ഏരിയ. കണ്ടോ? അപ്പോൾ ഇതാണ് നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ക്വസ്റ്റ്യൻ. അതാണ് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം നമ്മൾ അറിഞ്ഞ് പഠിച്ചാൽ, മനസ്സിലാക്കി പഠിച്ചാൽ ഈസിയാണ്. ഒന്നുമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ? നോക്കൂ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യന് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ ഓഫ് ലെങ്ത്. വീണ്ടും നമുക്കൊരു മെൻസുറേഷൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു റെഗുലർ ഹെക്സഗൺ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ റെഗുലർ ഹെക്സഗൺ. ഓക്കെ, ഇതാണ് നമ്മുടെ റെഗുലർ ഹെക്സഗൺ എന്ന് വിചാരിച്ചോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചോണം. ഓക്കെ, റെഗുലർ ഹെക്സഗൺ ആണെന്ന് വിചാരിച്ചോണം. അപ്പോൾ ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയയിലേക്ക് പോകാൻ പോവാണ്. റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയയിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാം. നമുക്കിപ്പോൾ ഒരു സൈഡ് ഈ എ എന്ന് പറയാം. ഒരു ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. ഞാൻ ഓരോ ഡയഗണൽസ് ഇങ്ങനെ വരയ്ക്കാൻ പോവാണ് കേട്ടോ. ഓരോ ഡയഗണൽസ് 1 വരച്ചു, 2 വരച്ചു, മൂന്നാമത്തെ ഡയഗണലും വരച്ചു. അങ്ങനെ 3 ഡയഗണൽസ് വരച്ചു. അപ്പോൾ നമുക്കറിയാം ഇത് 120 ഡിഗ്രി ആയിരുന്നേ. ഇതിങ്ങനെ വരച്ച് കഴിയുമ്പോൾ എന്തായാലും ഇത് 60 ആവും, ഇതും 60 ആവും. അപ്പോൾ ഇത് 2 60 ആണെങ്കിൽ എന്തായിരിക്കും? ഇതും 60 ആയിരിക്കും. അപ്പോൾ ഇത് എ, ഇത് എ, ഇതും എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. എ, ഇതും എ. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ഇതൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായി. ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇതുപോലെ എത്ര പീസ് ഉണ്ട്? 1 2 3 4 5 6 6 പീസ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ ആവില്ലേ? ആവും. അപ്പോൾ ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അത് √3a²/4 ആണ്. √3a²/4. ഇത് ഒരു ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇതുപോലെ എത്ര പീസ്? 6 പീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 6 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇൻറ്റു 6 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് റെഗുലർ ഹെക്സഗൺ കിട്ടും അല്ലേ. അപ്പോൾ സൈഡ് എത്രയെന്ന് പറയുന്നുണ്ട്? 4 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? √3 ഇൻറ്റു 4 ഇൻറ്റു 4/4 ഇൻറ്റു 6. 4ഉം 4ഉം ക്യാൻസലായിപ്പോയി. 6 4 24 √3 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. കേട്ടോ, ഇതുപോലെ ചെയ്യാം. ഈസിയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നോക്കൂ. ദ ലാറ്ററൽ ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് 3168 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. സെൻറ്റിമീറ്റർ സ്ക്വയർ. ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 48 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ഈ തന്നിരിക്കുന്നതെല്ലാം സെൻറ്റിമീറ്റർ ക്യൂബിൽ ഓപ്ഷൻ തന്നിരിക്കുകയാണ്. ഞാൻ ഈ ക്വസ്റ്റിന് ഓപ്ഷനും കൂടി തന്നിട്ടുണ്ട് കേട്ടോ. സെൻറ്റിമീറ്റർ ക്യൂബിലാണ് നമുക്ക് ഓപ്ഷൻസ് എല്ലാം തന്നിരിക്കുന്നത്. ഓക്കെ, എല്ലാ ഓപ്ഷൻസും സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടാ. ദ ലാറ്ററൽ ഏരിയ ഓഫ് എ സിലിണ്ടർ ഈസ് 3168. ലാറ്ററൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ഒരു സിലിണ്ടർ ആണെങ്കിൽ, ഈ കാണുന്നത് നമ്മുടെ ഒരു സിലിണ്ടർ ആണ് എങ്കിൽ ഇതിൻ്റെ ലാറ്ററൽ സർഫസ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ലാറ്ററൽ സർഫസ്. അതിൻ്റെ ഏരിയ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ലാറ്ററൽ സർഫസ് എന്താണ്? ലാറ്ററൽ സർഫസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ എന്നോ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ എന്നോ പറയാം. ഇക്വേഷൻ ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് ചെയ്യേണ്ടത്. ബേസ് പെരിമീറ്റർ, ബേസ് സർക്കിൾ ഷേപ്പിൽ ഇരിക്കുന്നത് കൊണ്ട് 2πr ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്കിവിടെ നിലവിൽ തന്നിരിക്കുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ് തന്നിരിക്കുന്നത്.
ഇനി വോളിയം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് പൈ ആർ സ്ക്വയർ വെച്ചാണ് വോളിയം. അപ്പോൾ അതാണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ നോക്കിയേ, ഇപ്പം ഞാൻ പറയുകയാണ് 2πRh ഈക്വൽ ടു 3168. ആക്ച്വലി പൈയുടെ വാല്യൂ എന്താണ് എടുക്കേണ്ടത്? അത് 22/7 ആണ് എടുക്കേണ്ടത്. പൈയുടെ വാല്യൂ 22/7 ആണ് എടുക്കേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രോബ്ലം ചെയ്യാതെ ആൻസർ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കാണിച്ചു തരും. അതിന് ശേഷമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഈ പ്രോബ്ലം ഒന്ന് ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തില്ല? ഈ പ്രോബ്ലം ചെയ്യില്ല. പ്രോബ്ലം ചെയ്യാതെ ആൻസർ പറയും. ആൻസർ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ സ്റ്റെപ്പ് വെച്ച് നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് 22/7 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണെന്ന് നോക്കൂ. ആൻസറിന് ഒരു പ്രത്യേകതയുണ്ട്. പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ പ്രത്യേകത നോക്കിക്കേ. ഇപ്പോൾ 8 1 9, 6 3 9, അതായത് 9 - 9 = 0. അതായത് ഇത് 11ന്റെ ഡിവിസിബിൾ ആണ്. 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നതാണ് ആൻസർ. അതായത് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പൈയുടെ വാല്യൂ 22/7 22/7 ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ, പൈയുടെ വാല്യൂ 22/7 എടുക്കുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിൻ്റെ പ്രത്യേകത എല്ലാം അതെന്തായിരിക്കും? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യാം? ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് എന്താണ് 11ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടോ എന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 5244 എന്നാണ് ഓപ്ഷൻ. ഞാൻ എന്ത് ചെയ്യാം? 4 2 6 5 4 9 9 - 6 3 വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ 5344 ആണ് തന്നിരിക്കുന്നത്. 7 4 3 7 4 3 7 5344 ആകുമ്പോഴത്തേക്ക് നമുക്കത് 7ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. 4 3 7 7 5 4 9 ആണ്. അവിടെ എന്ത് വരും? 2 ആണ് വരുന്നത്. അപ്പോൾ ഇതും അല്ല, രണ്ടാമത്തെ ഓപ്ഷനും അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ 5644 കൂടെ നമുക്ക് നോക്കാം. 5644 കൂടി നോക്കാം. 6 4 10 എത്ര ഇടും? 10 - 9 എത്രയാണ്? 5 4 9 1 വരുന്നത്. അപ്പോൾ ഈ 1 വന്നാലും അല്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇനം? ഒന്നീ 0 വരണം, ഇല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ വരണം. അപ്പോൾ അടുത്ത ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. 16632 ഒന്ന് ചെയ്ത് നോക്കാം. 16632 നോക്കിയേ. 6 2 8 8 1 9. ഓക്കെ, 9 എഴുതി. 6 3 9 എന്ത് ചെയ്തു? 9 മൈനസ് ചെയ്തു, 0 ആയിപ്പോയി. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ? നമുക്ക് ആ 11ന്റെ മൾട്ടിപ്പിൾ വെച്ച് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ ഇപ്പോൾ ഞാൻ ചെയ്തത് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി വരുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിവിസിബിലിറ്റി റൂളിൻ്റെ ഒരു ക്ലാസ് കൃത്യമായി കിട്ടിയിരിക്കും. ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിവിസിബിലിറ്റി റൂളിൻ്റെ ഒരു ക്ലാസ് ഉറപ്പായിട്ട് കിട്ടും. മിക്കവാറും ഡിവിസിബിലിറ്റി റൂൾ നമുക്ക് ഉപയോഗപ്രദം ആകുന്ന ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2πRh ആണ്. അത് നമുക്ക് തന്നിരിക്കുന്നത് 3168 എന്ന് തന്നിരിക്കുന്നു. വാല്യൂസ് ജസ്റ്റ് കൊടുക്കാം. 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു 6 നമുക്ക് ബേസ് റേഡിയസ് ഇല്ല. ഓക്കെ, ഞാൻ സ്മോൾ ലെറ്റർ 6 കൊടുത്തു. 48 ആണ് ഹൈറ്റ്. അത് 3168 ആണെന്ന് എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റേഡിയസ് കണ്ടുപിടിക്കണം. ബാക്കിയുള്ളതിനെ എല്ലായിടത്തും അപ്പുറത്തുണ്ടോ. അപ്പോൾ എന്ത് സംഭവിക്കും? R = 3168 ഇൻറ്റു 7 അല്ലേ? ഈ ഡിവൈഡ് ചെയ്തത് എന്ത് ചെയ്യും? അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 7 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ എന്താണ്? ഇൻറ്റു 7 ബൈ ആരൊക്കെ വരും? ബൈ നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് ബൈ. ഈ ബൈ ഒരു സാധനം ഇപ്പുറത്ത് വന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇൻറ്റു എല്ലാം ബൈ ആവണം അല്ലേ? ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 22 ഇൻറ്റു 48 ആണ് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വെട്ടി നോക്കാം. വെട്ടാൻ പറ്റുമെന്നാണ് വെട്ടാം അല്ലേ? അപ്പോൾ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാമല്ലോ. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്നിട്ടും ഇവിടെ ഒരു 2, ബാക്കി 11. 11നകത്ത് എത്ര? 5 2 അല്ലേ?
ബാക്കി ഒരു 2 കഴിഞ്ഞാൽ ബാക്കി 5 16-ാകുമ്പോഴത്തേക്ക് നമുക്ക് 8. അപ്പോൾ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. 4. ഓക്കെ. വീണ്ടും നമുക്ക് 2 കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാം. ഇതാ ഇവിടെ നമുക്ക് 22 അടക്കില്ല, ഇവിടെ 11 ആവും. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 7 വട്ടം 18-നകത്ത് 9 വട്ടം 2 792. ഇനി 11 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 11 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് 7 വട്ടം ബാക്കി 2 72. അപ്പോൾ ഇനി നമ്മളിലുള്ള സംഖ്യ എന്തുവാ? 72 ഇൻറ്റു 7/48 ആണ്. 24 കൊണ്ട് വെട്ടാം. 24 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ 2 വട്ടം, ഇവിടെ 3 വട്ടം. അങ്ങനെയാണെങ്കിൽ 21/2 ആണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത്? റേഡിയസ് ആയിട്ട് കിട്ടുന്നത്. ഡെസിമലിലോട്ട് മാറ്റരുത്, 21/2 എന്നേ എഴുതാവൂ. ഓക്കെ. അപ്പോൾ നമുക്ക് റേഡിയസ് ഈക്വൽ ടു 21/2 എന്ന് കിട്ടി. ഇനി വോളിയത്തിലേക്ക് പോകണം. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞത്? πr²h ആണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പൈയുടെ വാല്യൂ 22/7 ആണ്. ഇൻറ്റു r². r നമുക്ക് 21/2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 21/2 തന്നെ കൊടുക്കും അല്ലേ? 21/2 ഇൻറ്റു 21/2 ഇൻറ്റു h എന്ന് പറയുന്നത് 48 ആണ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് നോക്കാം. ഈ 7ഉം 21 കൂടെ ഇടുമ്പോൾ ഇവിടെ 3 ആയി. ഇനി 2ഉം ഇതും കൂടെ ഇടുമ്പോൾ ഇവിടെ 11 ആയി. ഈ 2ഉം 48 കൂടെ ഇടുമ്പോൾ ഇവിടെ 24 ആയി. അപ്പോൾ ഇനിയുള്ളത് എന്തുവാ? 11 ഇൻറ്റു 3 ഇൻറ്റു 21 ഇൻറ്റു 24 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ യൂണിറ്റ് പ്ലേസ് മാത്രം കണ്ടുപിടിച്ചാലും മതി. ഇപ്പം നോക്കിക്കേ, 4 ഇൻറ്റു 1 എത്ര തന്നെയായിരിക്കും? 4 ആയിരിക്കും. ആ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 ഇൻറ്റു 3 യൂണിറ്റ് പ്ലേസ് മാത്രമാണ് എടുക്കുന്നത്. 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 3 2, 12-ന് 2 എഴുതി, 2 ഇൻറ്റു 1 2. അപ്പോൾ ഈ ആൻസറിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 2 ആയിരിക്കും. ബാക്കി ഇങ്ങോട്ടുള്ളത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 2 ഓപ്ഷൻ ഉള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ അല്ലേ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ പോയിന്റ് 25, 39 and 41 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ എന്താണ് കോർഡിനേറ്റ്സ് ജോമെട്രി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ x1 y1 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ്, ഇത് x2 y2 എന്ന് പറയുന്ന രണ്ടാമത്തെ കോർഡിനേറ്റ്, ഇത് x3 y3 എന്ന് പറയുന്ന മൂന്നാമത്തെ കോർഡിനേറ്റ്. അപ്പോൾ നമുക്ക് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? x1 പ്ലസ് x2 പ്ലസ് x3/3യും y1 പ്ലസ് y2 പ്ലസ് y3/3യും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെൻട്രോയിഡ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്താ, നമ്മുടെ ചോദ്യത്തിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിലുള്ള കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് 25 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് നമുക്ക് തരുന്നു. അടുത്തത് 39 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് നമുക്ക് തരുന്നു. പിന്നെ 41 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് തരുന്നു. അപ്പോൾ നമുക്ക് സെൻട്രോയിഡ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ആദ്യം കാണുന്ന എക്സിൻ്റെ വാല്യൂ എല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 2 + 3 + 4/3 എന്നും, അടുത്തത് 5 + 9 + 1/3 എന്നുമാണ് ചെയ്യേണ്ടത്. ആദ്യം 2 + 3 + 4, ഇപ്പോൾ എത്ര കിട്ടും? 3 2 5 5 4 9, 9/9/3. ഇവിടെ എന്ത് കിട്ടും? 9 15, 15/3. ഇപ്പോൾ എന്ത് കിട്ടും? ആൻസർ എത്ര കിട്ടും നമുക്ക് നോക്കാം. 3, ഇവിടെ എന്ത് കിട്ടും? 5. 3 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 35 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ? വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സെൻട്രോയിഡ് ഉണ്ട്, ഇൻസെൻട്രർ ഉണ്ട്, ഓർത്തോ സെൻട്രർ ഉണ്ട്, സർക്കിം സെൻട്രർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? വഴിയെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതെല്ലാം പറഞ്ഞു തരുന്നതാണ്. കോർഡിനേറ്റ്സ് ജോമെട്രിയിൽ ആവശ്യമായിട്ടുള്ള ഗ്രൂപ്പ് ഡിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത് നോക്കിയേ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ സാമ്പിൾ ഡേറ്റ മീൻ ഈസ് 60 ആൻഡ് മീഡിയൻ ഈസ് 48. From this distribution, അല്ലെങ്കിൽ for this distribution, the mode is dash.
അതിൻ്റെ മോഡ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കുക, എന്താ നമ്മുടെ ചോദ്യം? നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ ഡേറ്റയിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡേറ്റയുടെ അരിത്തമെറ്റിക് മീൻ നമുക്ക് തന്നിരിക്കുന്നു, മീഡിയൻ നമുക്ക് തന്നിരിക്കുന്നു, മോഡിലേക്ക് പോകണം. അപ്പം ഞാനിവിടെ ഒരു ഫോർമുല പറയും. എന്ത് ചെയ്യുക? ആ ഫോർമുല നിങ്ങൾ അങ്ങ് സെറ്റായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവരും നന്നായിട്ട് തന്നെ അങ്ങ് പഠിക്കുക. എന്താണ്? മോഡ് ഈക്വൽ ടു നോക്കിക്കേ, 3 മീഡിയൻ ആണ്. 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. 2 മീൻ ഓക്കെ, 2 മീൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ മോഡ് കണ്ടുപിടിക്കുകയുള്ള ഇക്വേഷൻ. അപ്പോൾ നോക്കുക എങ്ങനെയാണ്? 3 മീഡിയൻ മൈനസ് 2 മീൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? മോഡ് കിട്ടണം. അപ്പോൾ എന്താണ് ഇക്വേഷൻ നോക്കാം. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ. അപ്പോൾ 3 × 48 മൈനസ് 2 മീൻ. 2 മീൻ എന്ന് പറഞ്ഞാൽ 2 × 60 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 3 × 48 എത്ര കിട്ടും? 120, 8 3 24, 144 എന്നാണ് പറയുന്നത് കേട്ടോ. 144 നോക്കാം. 144 മൈനസ് 120 ഈക്വൽ ടു നമുക്ക് 24 എന്ന് കിട്ടി. ദിസ് ഈസ് ദ മോഡ് കേട്ടോ. ഈ തന്നിരിക്കുന്ന ഡേറ്റ സെറ്റിലെ മോഡ് എന്ന് പറയുന്നത് എത്രയാണ്? 24 എന്ന് പറയാം. അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഇതുകൊണ്ട് ഇപ്പം എന്താണ്, നമുക്ക് മീഡിയനും മോഡും തന്നു കഴിഞ്ഞാൽ മീനിലേക്ക് പോകാൻ പറ്റും. ഇനി മീനും മോഡും തന്നു കഴിഞ്ഞാൽ മീഡിയനും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ സ്റ്റാർട്ട് എന്നുള്ള ക്വസ്റ്റിന് നമ്മൾ പറഞ്ഞല്ലേ. ഇനി നോക്കിക്കേ, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. തേർഡ് പ്രപ്പോർഷൻ ഓഫ് 15 ആൻഡ് 120. 15ൻ്റെയും 120യുടെയും തേർഡ് പ്രപ്പോർഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഈ തേർഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ അതിനു മുമ്പ് തേർഡ് പ്രപ്പോർഷന് മുമ്പ് ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. നോക്കൂ, നമ്മൾ ആദ്യം പറയേണ്ടത് A:B = C:D ആണ് എങ്കിൽ ഈ എയും ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം വാല്യൂ ആയിരിക്കും വരുന്നത്. ഇപ്പം നോക്കിക്കേ, A:B = C:D ആണെന്ന് വിചാരിച്ചെങ്കിൽ AD = എന്തായിരിക്കണം? BC ആയിരിക്കണം. ഇത് നമ്മുടെ കോൺസെപ്റ്റ് ആണേ. ഇതിലാണ് നമ്മൾ ഓരോ പ്രപ്പോർഷനും പറയാൻ വേണ്ടി പോണത്. അപ്പം ആദ്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഫോർത്ത് പ്രപ്പോർഷൻ ആണേ. ഫോർത്ത് പ്രപ്പോർഷൻ നോക്കുക, എല്ലാം പഠിക്കണം നമ്മൾ കേട്ടോ. ഫോർത്ത് പ്രപ്പോർഷൻ ആണ് ആദ്യം. 4ാം അനുപാതം, മലയാളത്തിൽ എന്ന് പറയാം 4ാം അനുപാതം. ഓക്കെ, 4ാം അനുപാതം. അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് 4ാം അനുപാതം കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പറയുന്നു A,B,C ആർ പ്രപ്പോർഷണൽ. ഇവർ 3 പേരും പ്രപ്പോർഷണൽ ആണ് എങ്കിൽ ഫോർത്ത് പ്രപ്പോർഷൻ എന്തെന്നായിരിക്കും ചോദ്യം. എങ്കിൽ ഫോർത്ത് പ്രപ്പോർഷൻ, ഞാൻ ഫോർത്ത് പ്രപ്പോർഷനെ ഞാൻ എന്തിട്ടു? എക്സ് എന്ന് ഇട്ടു. എന്നിട്ട് ഞാൻ എഴുതുന്ന നോക്കിയോണേ, A:B = C:X. ഇതിന് ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഫോർത്ത് ഇക്വേഷൻ ഫോർത്ത് പ്രപ്പോർഷൻ 4ാം അനുപാതത്തിന് ഒരു ഇക്വേഷൻ, 3ാം അനുപാതത്തിന് ഒരു ഇക്വേഷൻ, മീൻ പ്രപ്പോർഷൻ മധ്യ അനുപാതത്തിന് ഒരു ഇക്വേഷൻ. ഇങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് പഠിച്ചാൽ മതി. നമ്മൾ കോൺസെപ്റ്റ് വെച്ച് പഠിച്ചിട്ട് ഉപയോഗമുള്ളടാ. അപ്പോൾ നോക്കിക്കേ, എയും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ AX, ബിയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു B × C. അപ്പോൾ എക്സ് ആണ് കാണേണ്ടതെങ്കിൽ BC/A ആയിരിക്കണം. BC/A, അത് ഫോർത്ത് പ്രപ്പോർഷൻ. ഇനി നമ്മൾ 3ാം അനുപാതം കൂടി പറയാം. ഇതേ സെയിം കോൺസെപ്റ്റിൽ നമ്മൾ തേർഡ് പ്രപ്പോർഷൻ പറയാൻ പോകണം. എന്താണ്? 3ാം അനുപാതം. ഓക്കെ, 3ാം അനുപാതം അല്ലെങ്കിൽ തേർഡ് പ്രപ്പോർഷൻ കേട്ടോ. തേർഡ് പ്രപ്പോർഷൻ ആണ്. തേർഡ് പ്രപ്പോർഷൻ പറയാൻ പോകുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും തേർഡ് പ്രപ്പോർഷൻ? അവിടെ എയും ബിയും അല്ലെ, എയും ബിയും എന്ന് പറയുന്നത് എന്തിലായിരിക്കും? പ്രപ്പോർഷനിലായിരിക്കും എന്നാണ് പറയുന്നത്. എയും ബിയും എന്ന് പറയുന്നത് പ്രപ്പോർഷനിലാണ് എങ്കിൽ, AB എന്ന് പറയുന്നത് പ്രപ്പോർഷൻ ആണെങ്കിൽ തേർഡ് പ്രപ്പോർഷൻ ഇവിടെ എന്ത് ചെയ്യുക? 3ാമതായിട്ട് എക്സിറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് പറയാം? A:B = B:X എന്ന് പറഞ്ഞാൽ മതി.
എയും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എ എക്സ്, ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ബി സ്ക്വയർ. അപ്പം ബി സ്ക്വയറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തേർഡ് പ്രപ്പോർഷൻ കിട്ടും. തേർഡ് പ്രപ്പോർഷൻ. ഇനി നമ്മൾ അടുത്ത പറയാനായിട്ട് പോകുന്നത് മീൻ പ്രപ്പോർഷൻ എന്ന് പറയും. എന്താന്ന് പറയാം? മീൻ പ്രപ്പോർഷൻ. മീൻ പ്രപ്പോർഷൻ അല്ലെങ്കിൽ മധ്യ അനുപാതം. മധ്യ അനുപാതം. മധ്യ അനുപാതം കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ മീൻ പ്രപ്പോർഷൻ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയും ബിയും പ്രപ്പോർഷണൽ ആണ് എന്ന് പറയുകയാണ്. എയും ബിയും എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ആണ് എങ്കിൽ മധ്യ അനുപാതം എന്ന് പറഞ്ഞാൽ എക്സിനെ മധ്യഭാഗത്തിട്ട് കൊടുക്കുക. ഫോർത്ത് പ്രപ്പോർഷന് എക്സിനെ നാലാമനാക്കി ഇട്ടു. തേർഡ് പ്രപ്പോർഷന് എക്സിനെ മൂന്നാമനാക്കി ഇട്ടു. മധ്യ അനുപാതം അല്ലെങ്കിൽ മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ എക്സിനെ മധ്യഭാഗത്തിട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത്രയേ ഉള്ളൂ. എ ഈസ് ടു എക്സ് ഈക്വൽ ടു എക്സ് ഈസ് ടു ബി എന്ന് പറയും. അപ്പോൾ എ ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് റൂട്ട് ഓഫ് എ ബി. അപ്പോൾ ഇതാണ് 3 പ്രപ്പോർഷൻസ് കേട്ടോ. ഫോർത്ത് പ്രപ്പോർഷൻ, തേർഡ് പ്രപ്പോർഷൻ, ദെൻ മീൻ പ്രപ്പോർഷൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് നമ്മുടെ ചോദ്യം നോക്കൂ. തേർഡ് പ്രപ്പോർഷൻ ഓഫ് 15 ആൻഡ് 120. അപ്പോൾ 15ൻ്റെയും 120ൻ്റെയും തേർഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാമനായിട്ട് ആരെ ഇട്ട് കൊടുക്കുക? എക്സിനെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എങ്ങനെ എഴുതും? 15 ഈസ് ടു എങ്ങനെയാ 120 ഈക്വൽ ടു 120 ഈസ് ടു എക്സ് എന്നായിരിക്കും പറയണം. ഇനി നമ്മൾ എക്സിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 15 ഇൻറ്റു എങ്ങനെയാ ചെയ്യണേ? 15 ഇൻറ്റു എക്സ് ഈക്വൽ ടു 120 ഇൻറ്റു 120 ആണ്. എക്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 120 ഇൻറ്റു 120 ബൈ 15 ആണ്. അപ്പോൾ 15 നമുക്ക് 120 കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. 15 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. എത്ര കൊണ്ട് ക്യാൻസൽ? എത്ര വട്ടം കിട്ടൂടായും? 4, 7, 8. 8 വട്ടാകുമ്പോൾ ഇടും 8 ടൈംസ്. 8 ടൈംസ് എന്നാണ്. 8 ടൈംസ് ആണ് വരുന്നത്. 8 വട്ടം അല്ലേ? 15 ഇൻറ്റു 8 80, 8 5 40. കറക്റ്റ് ആണ്. 120. 8 വട്ടമാണ് അല്ലേ? അപ്പോൾ ഇതിനെ വെട്ടി 8 എന്ന് പറയാം. 120 ഇൻറ്റു 8 എത്രയും കിട്ടുക? 99. 960 എന്നാണ് ആൻസർ കിട്ടുന്നത്. ദിസ് ഈസ് ദ എന്ത്? മീൻ പ്രപ്പോർഷൻ. ഇതാണ് മീൻ പ്രപ്പോർഷൻ ആയിട്ട്, സോറി മീൻ പ്രപ്പോർഷൻ അല്ല, തേർഡ് പ്രപ്പോർഷൻ ആയിട്ടാണ് വരുന്നത്. തേർഡ് പ്രപ്പോർഷൻ ആയിട്ട് വരുന്നത് 960 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ. യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. എ ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ പ്രൊമിസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് 44% ലോസ്, ബട്ട് ഹി യൂസസ് 910 gram weight instead of 1 kg. Find his actual loss percentage. പ്രോഫിറ്റ് ലോസ് പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസോണസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. എന്നാൽ ഈ ഡിസോണസ്റ്റിനെ പോലെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പറാണ്. ഇവിടെ രണ്ട് കള്ളത്തരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് 4 or 5 കള്ളത്തരങ്ങൾ വരെ നമുക്ക് ഇതിനകത്ത് ഡിസോണസ്റ്റിനകത്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഇത് ആദ്യത്തേത് ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ പ്രൊമിസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് 44% ലോസ്. വാട്ട് യു മീൻ ബൈ 44% ലോസ്? അതായത് ഒരു കള്ളനായ ഷോപ്പ് കീപ്പർ, ശരിയല്ലാത്ത ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾ 44% നഷ്ടത്തിന് വിൽക്കുന്നു എന്ന് പറയുന്നു. 44% നഷ്ടത്തിന് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ സാധനം പുള്ളിക്കാരൻ വിൽക്കുന്നത് 44 രൂപ കഴിച്ച് 56 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 44 രൂപ കഴിച്ച് 56 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ 100 രൂപയുടെ പ്രോഡക്റ്റ് 44% ഡിസ്കൗണ്ടിന് വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ 44 രൂപ കുറച്ച് 100 രൂപയുടെ സാധനം 56 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്, ഞാനാണ് ആ ഡിസോണസ്റ്റ് എന്ന് വിചാരിച്ചു, ഞാനാണ് ഡിസോണസ്റ്റ് ഷോപ്പ് കീപ്പർ. എൻ്റെ കയ്യിൽ നിന്ന് എത്ര പോയടാ?
100 രൂപയുടെ സാധനം പോയി, പക്ഷെ എനിക്ക് എത്ര കിട്ടിയുള്ളൂ? 56 കിട്ടിയുള്ളൂ. പക്ഷെ ഞാൻ ഒരു പറ്റിപ്പും കൂടെ ഇവിടെ കാണിച്ചു. എന്താണ്? 1 kg വെയിറ്റിന് പകരം ഞാൻ 910 ഗ്രാമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് സെക്കൻഡ് കേസിൽ 1 gram ഈക്വൽ ടു 1 rupees എന്ന് മനസ്സിലാക്കണം. 1 gram ഈക്വൽ ടു 1 rupees. നോക്കിക്കേ, 910 ഗ്രാം എൻ്റെ നിന്ന് പോയി. അതായത് 910 രൂപയുടെ പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ എനിക്ക് കിട്ടിയത് 1000. 1 kg വില കിട്ടിയില്ലേ? അപ്പൊ നോക്കിക്കേ, 910 എൻ്റെ നിന്ന് പോയി, എനിക്ക് കിട്ടിയത് 1000. എനിക്ക് കിട്ടിയത് 1000. ഇത്രയേ ഉള്ളൂ. ഇത് എഴുതാൻ പറ്റുമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 100 ഇൻറ്റു 910 ഈസ്റ്റു 1000 ഇൻറ്റു 56. നോക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 3 0, ഇവിടെ 3 0 ഉണ്ടല്ലോ, 2 0 3 0. അപ്പോൾ ഈ 3 0. അപ്പോൾ 91 രൂപയുടെ പ്രോഡക്റ്റ് 56 രൂപയ്ക്ക് കൊടുത്തു. 91 രൂപയുടെ പ്രോഡക്റ്റ് 56 രൂപയ്ക്ക് കൊടുത്തു. എനിക്ക് ലോസ് തന്നെയാണ് ഉണ്ടായത്. 91 രൂപയുടെ പ്രോഡക്റ്റ് 56 രൂപയ്ക്ക് കൊടുത്തു എനിക്ക് ലോസ് ഉണ്ടായി. എത്ര രൂപ ലോസ് ഉണ്ടായി? 91 നിന്ന് 56 കുറയ്ക്കാം. എത്രയായിട്ടും 11 നിന്ന് ആകുമ്പോഴത്തേക്ക് 5 അല്ലേ? ഇവിടെ തന്നെ 8 3 35 രൂപയാണോ? 35 അല്ലേ? 6 5 11 5 3 8 9. ഓക്കെ, 35 രൂപ എനിക്ക് ലോസ് ആണ്. ലോസ്. ഇനി ലോസ് പെർസെൻറ്റേജ്. എടാ, 91 രൂപയുടെ സാധനം 35 രൂപ നഷ്ടത്തിന് വിറ്റു. അപ്പോൾ 35/91 ഇൻറ്റു 100 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്രയാണോ നമുക്ക് കിട്ടുന്നത് അത്രയും പെർസെൻറ്റേജ് ലോസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പം നമുക്ക് നോക്കാം, ഇവിടെ വെട്ടാൻ പറ്റത്തില്ല അല്ലേ? വെട്ടാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? 3500 ഡിവൈഡ് ബൈ 91 എന്ന് ചെയ്യണം അല്ലേ? 91 അല്ലേ? ഇത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. 9 27 4 ഇല്ല, 3 ടൈംസേ ഉള്ളൂ അല്ലേ? നോക്കാം. 91 ഇൻറ്റു 3 ടൈംസ്. 91 ഇൻറ്റു 3 9 27 270 273. ഓക്കെ, 273 അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനെ വെട്ടുന്നു. ഇപ്പോൾ 3 ടൈംസ് ആണ് 273. 350 നിന്ന് 273 പോകുന്നു. 273 പോകുമ്പോൾ എത്ര കിട്ടും നമുക്ക് നോക്കാം. ഇവിടെ 7, ദെൻ ഇവിടെ 4 ആണ്. 14 ആകുമ്പോൾ 7. ഓക്കെ, 77 ആണ്. 77 77. ഓക്കെ, 77ലും ഒരു 0 കൂടെ. ഓക്കെ, അപ്പോഴത്തേക്ക് 63 9. ദെൻ 10 വട്ടം ഇല്ല. നമുക്കൊരു 6 വട്ടം നോക്കാം. 6 വട്ടം നോക്കാം. 91 ഇൻറ്റു 6 6 64 അല്ലല്ലോ. 91 ഇൻറ്റു 7 നോക്കിയാലോ? 7 9 7 63. 8 നോക്കിയാലോ? 91 ഇൻറ്റു 8 വട്ടം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 91 ഇൻറ്റു 8 1 8 8 9 8 72. യെസ്, 8 വട്ടം. അപ്പോൾ നമുക്ക് ഇതിനെ വെട്ടുന്നു. നമുക്ക് 8 എന്ന് കിട്ടും. 38 പോയിൻറ്റ് സംതിങ് ആണ് എന്ത് വരുന്നത്? ലോസ് പെർസെൻറ്റേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിസോണസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ, എടാ പ്രോഫിറ്റ് ലോസ് മൊത്തം പഠിക്കും. ഡിസോണസ്റ്റൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്ത് പഠിക്കും. അപ്പോൾ ഇതുവരെയുള്ള, അതായത് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിച്ച RRB ഗ്രൂപ്പ് ഡി അതുപോലെ തന്നെ NDPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? അടുത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യം ഡിസ്കഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി വെരി ബെസ്റ്റ്.